ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശിയാണ് മെയ് 4-ാം തീയതി, വരുധിനി ഏകാദശി. 2024 മെയ് 3-ാം തീയതി 11:24 PM മുതൽ, അതായത് രാത്രി മെയ് 3 രാത്രി 11:24 മുതൽ 2024 മെയ് 4 8:38 രാത്രി 8:38 വരെയുള്ള സമയമാണ് ഏകാദശി തിഥി. അതുകൊണ്ട് നമുക്ക് ഏകാദശിയായിട്ട് മെയ് 4-ാം തീയതി എടുക്കാം. കാരണം 8:38 കഴിഞ്ഞിട്ടുള്ള സമയം മഹാദ്വാദശിയാണ്. അപ്പോൾ ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ പുണ്യമായ ദിവസം നമുക്ക് ഏകാദശിയായിട്ട് ആചരിക്കാം. മെയ് 4-ാം തീയതി വരുധിനി ഏകാദശി. അങ്ങനെയാണെങ്കിൽ മെയ് 3-ാം തീയതി നമുക്ക് ദശമി, അതായത് ദശമി ഒരിക്കൽ. എങ്ങനെയാണ് ദശമി ഒരിക്കൽ എടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതായത് ഒരു നേരം ശുദ്ധമായ അരിഭക്ഷണം, ബാക്കി 2 സമയങ്ങളും പഴവർഗ്ഗങ്ങളോ ഗോതമ്പോ, അതിൽ തന്നെ ധാന്യങ്ങൾ ഉപയോഗിക്കാം. രാവിലെ ധാന്യങ്ങൾ ഉപയോഗിക്കാം. മെയ് 3-ാം തീയതി ഉച്ചയ്ക്ക് നമുക്ക് എന്തെങ്കിലും ചോറ്, ശുദ്ധമായ കൂട്ടാൻ, അതായത് നോൺ വെജ് ഒന്നും ഉപയോഗിക്കാതെ, ഉള്ളി വെളുത്തുള്ളി മുതലായ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ വളരെ ശുദ്ധമായ ലഘുവായ എന്തെങ്കിലും ആഹാരം നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാം. അതായത് മെയ് 3-ാം തീയതി ഒരിക്കലെടുക്കുന്ന ദിവസം മെയ് 3-ാം തീയതി സന്ധ്യയ്ക്ക് മുമ്പ് പഴവർഗ്ഗങ്ങളോ മറ്റെന്തെങ്കിലും കഴിച്ച് നമ്മുടെ പിറ്റേ ദിവസത്തേക്കുള്ള വ്രതത്തിനായിട്ട് നമ്മുടെ ശരീരത്തെ മനസ്സിനെയും തയ്യാറാക്കുക. അതായത് ഒരിക്കൽ ദിവസം ദശമി ദിവസം മെയ് 3-ാം തീയതി. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. സന്ധ്യയ്ക്ക് മുമ്പ് ഭക്ഷണം കഴിച്ചിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി മെയ് 4-ാം തീയതി ഏകാദശി. നമ്മൾ എങ്ങനെയാണ് ഏകാദശി എടുക്കേണ്ടത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥ ചൂട് കാലാവസ്ഥയാണ്. ഉപവാസം എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോഴത്തെ കാലാവസ്ഥ വളരെ ചൂടുള്ള കാലാവസ്ഥയാണ്. നമ്മൾ ഉപവസിച്ചാൽ ചിലപ്പോൾ നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടാകാം. ആരോഗ്യമുള്ളവർക്ക് കുഴപ്പമില്ല. എങ്കിലും എന്തെങ്കിലുമൊക്കെ ശാരീരിക പ്രശ്നമുള്ളവർ ജലം കുടിച്ച് തങ്ങളുടെ വ്രതം എടുക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ നല്ലത്. അങ്ങനെ ജലാഹാരമായിട്ട് നമുക്ക് വ്രതമെടുക്കാം. 4 തരത്തിലുള്ള ഉപവാസ ഭക്ഷണങ്ങളാണ്. അതിൽ ഒന്നാണ് ജലം. അത് സാധാരണ ജലമാകാം, അതല്ലെങ്കിൽ രാമച്ചമിട്ട് തിളപ്പിച്ച വെള്ളമാകാം. ഇപ്പം നമുക്ക് പീരീഡ്സ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് തുളസി ഇല പറിച്ച് നമുക്ക് തുളസി തീർത്ഥം ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്തും നമുക്ക് വ്രതം എടുക്കുന്നതിനായിട്ട് നമുക്ക് ശുദ്ധജലമോ അതല്ലെങ്കിൽ രാമച്ചമിട്ട വെള്ളമോ നമുക്ക് കുടിച്ച് മുമ്പോട്ട് പോകാം. അതല്ലെങ്കിൽ തുളസി തീർത്ഥം കുടിച്ച് നമുക്കിരിക്കാം. ക്ഷീരഭോജിയായിട്ടിരിക്കാം, അതായത് പാല് കുടിച്ച് നമുക്കിരിക്കാം. അതല്ലെങ്കിൽ പാലും പഴവും ഫലാഹാരിയായിട്ടിരിക്കാം, അതായത് പഴങ്ങൾ കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ വ്രതം എടുക്കാം. അതല്ലെങ്കിൽ നക്തഭോജി എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അതായത് ഒരു നേരത്തെ ഭക്ഷണം, അത് സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ കഴിച്ച് കഴിഞ്ഞേയും വേണം. അപ്പോൾ അതിനകത്ത് ഒരു കാരണവശാലും നമ്മൾ അരിഭക്ഷണം, ധാന്യം, അരി, ഗോതമ്പ്, പയറ്, റാഗി, ഒരു തരത്തിലുള്ള ധാന്യങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുക. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉപയോഗിച്ച് പാലൊക്കെ കുടിച്ച് നമ്മൾ ഒരു നേരം മാത്രം നമ്മൾ ആ രീതിയിലുള്ള ഭക്ഷണക്രമം എടുക്കാം. പണ്ടൊക്കെ നമ്മളുടെയൊക്കെ അമ്മമ്മമാരൊക്കെ വ്രതം എടുക്കുമ്പം പറയും അരിഭക്ഷണം ഉപേക്ഷിച്ചിട്ട് ഗോതമ്പ് കഴിച്ചിട്ട് ഗോതമ്പ് കഞ്ഞിയൊക്കെ കുടിച്ച് ഏകാദശി എടുക്കുമായിരുന്നു. പക്ഷേ വൈഷ്ണവ സമ്പ്രദായത്തിൽ പൂർണ്ണമായും ധാന്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് വ്രതം എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ധാന്യങ്ങളെന്ന് പറയുന്ന എല്ലാ തരത്തിലുള്ള ധാന്യങ്ങളും, അതായത് റാഗി, അരി, ഗോതമ്പ്, പയർ വർഗ്ഗങ്ങൾ, കടല, ഇതുപോലുള്ള എല്ലാ ധാന്യങ്ങളും നമ്മൾ ഒഴിവാക്കും. പിന്നെ വൈഷ്ണവ സമ്പ്രദായത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് കപ്പലണ്ടി നമുക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചൗവരി നമുക്ക് ഉപയോഗിക്കാം. ചൗവരി വളരെ നല്ലതാണ്. ചൗവരി ഇട്ടിട്ട് പാല് കാച്ചി നമുക്ക് പഞ്ചസാരയൊക്കെ ഇട്ട് നമുക്ക് കഴിക്കാം. അത് നമുക്ക് ഭഗവാന് നൈവേദ്യമായിട്ട് വെക്കുകയും ചെയ്യാം. അത് നമുക്ക് 3 നേരവും ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫുൾ മീൽ. നമുക്ക് ഒരിക്കലും ശരീരത്തിന് ക്ഷീണമൊന്നും വരില്ല. നമ്മളെപ്പോഴും ഏകാദശി എടുക്കുന്നത്
സന്തോഷത്തോടു കൂടി എടുക്കണം. അതായത് ഒരു അസുഖം വരുന്ന രീതിയിലോ അതല്ലെങ്കിൽ വലിയ വിഷമിച്ചോ പട്ടിണി കിടന്നിട്ട് നമുക്ക് ക്ഷീണമുണ്ടാക്കിയോ പിറ്റേ ദിവസം നമുക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയോ ഒന്നും ഒരു കാരണവശാലും ഒരു വ്രതങ്ങളും എടുക്കാൻ പാടില്ല. വ്രതം എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു സന്തോഷമായിരിക്കണം ഉണ്ടാകേണ്ടത്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മുടെ ശാരീരിക ക്രമവും ആരോഗ്യക്രമവും ഒക്കെ അനുസരിച്ചിട്ട് രോഗാവസ്ഥയും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മുടെ വ്രതക്രമം തീരുമാനിക്കുന്നതിനായിട്ട്. അതെപ്പോഴും ചിന്തിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഏകാദശി ഇങ്ങോട്ട് വരുന്നു എന്ന് കേൾക്കുമ്പോഴേ ദൈവം ഇത്തവണ എനിക്ക് ആഹാരം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാകും, അതല്ലെങ്കിൽ സുഖമില്ലാതിരിക്കുകയാണ്, പനിയാണ്, അപ്പം ഏകാദശി എടുക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ പനിയാണെങ്കിലും നമുക്ക് ഏകാദശി എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഏകാദശി എടുക്കുന്നത്? പാലും പഴങ്ങളും കഴിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ചൊവ്വരിയിട്ട് കാച്ചിയ പാല് കുടിച്ചുകൊണ്ട്. അപ്പം പനിയാണെങ്കിലും നമുക്ക് എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ആഹാരം കഴിക്കുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നതിന് നമുക്ക് ആഹാരം കഴിക്കുന്നതിന് ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പം നമുക്ക് അനുവദിച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നമ്മൾ ഏകാദശി സന്തോഷത്തോടു കൂടി എടുക്കുക, പ്രാർത്ഥിക്കുക പരമാവധി സമയങ്ങൾ. അതുപോലെ തന്നെ ദശമി തിഥിയിൽ ഒരു നേരത്തെ അരിഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസത്തെ വ്രതത്തിനായിട്ട് നമ്മൾ തയ്യാറെടുക്കുക. ഏകാദശി ദിവസം ഇതേപോലെ ഇരിക്കുക. പിറ്റേ ദിവസം അതായത് മെയ് 5-ാം തീയതി പാരണ വീടുക. പാരണ വീടേണ്ടുന്ന സമയം ഓരോ സ്ഥലങ്ങളിലെയും ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതുപോലെ തന്നെ മെയ് 4-ാം തീയതിയിലെ ഹരിവാസര സമയം. ഹരിവാസര സമയം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിൻ്റെ സാന്നിധ്യം ഭൂമിയിലുള്ള സമയമാണ്. ആ സമയത്ത് പരമാവധി സമയം പ്രാർത്ഥിക്കുക. നമ്മൾ മറ്റ് കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ചെയ്യാതെ മറ്റുള്ളവരെ കുറ്റം പറയാതെ ഒക്കെ ഇരുന്ന് ഈശ്വര ഭജനത്തിലിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിലുള്ള സമയമാണ്. ആ സമയമെന്ന് പറയുന്നത് മെയ് 4-ാം തീയതി വൈകുന്നേരം 3:18 മുതൽ രാത്രി 1:53 വരെയുള്ള സമയമാണ്. അപ്പോൾ അത്രയും സമയം നമ്മൾ പരമാവധി സമയം അത്രയും സമയം നമ്മളിരുന്ന് ഭഗവാനെ വിളിക്കുക. ആ സമയങ്ങളൊക്കെ നമ്മളിപ്പോൾ ഓഫീസിലിരിക്കുന്ന സമയത്താണെങ്കിലും ആ സമയം നമ്മൾ നോക്കിയിട്ട് നമ്മുടെ മനസ്സിലൊക്കെ ഇങ്ങനെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന ആ ദിവ്യമായ മന്ത്രം എന്ത് ചെയ്യുക? ഈ 3:18 മുതൽ 1:53 വരെയുള്ള സമയം, വൈകുന്നേരം 3:18 മുതൽ 1:53 രാത്രി 1:53 വരെയുള്ള സമയം മെയ് 4-ാം തീയതി നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ഈ 1:53 എന്ന് പറയുമ്പോൾ മെയ് 5 ആവും രാത്രിയിൽ. അപ്പം ആ സമയം മൊത്തം ഇരുന്ന് പ്രാർത്ഥിക്കുക. ഇറങ്ങുന്നവർ പരമാവധി സമയം പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഉറങ്ങിക്കോളും അസുഖമൊക്കെ ഉള്ളവർ. അതല്ലാതെ ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നവർ ഈ 2 മണി സമയം വരെ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കുന്നത്, പ്രത്യേകിച്ച് വിളക്കൊക്കെ കത്തിച്ച് ഒന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു കിടാവിളക്കൊക്കെ കത്തിച്ച് അത്രയും സമയം ഇരുന്ന് നാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, വിഷ്ണു സഹസ്രനാമവും നാരായണീയവും ഒക്കെ ജപിക്കുന്നത് ഒക്കെ വലിയ ഉത്തമമാണ്. അതായത് ഈ ഏകാദശിക്ക് വലിയ പ്രത്യേകതയുണ്ട്. അതായത് നമുക്ക് നിർഭാഗ്യവതിയായ ഒരു മനുഷ്യന് പോലും ഭാഗ്യം കൊണ്ടുത്തരുന്ന ഏകാദശിയാണെന്നാണ് പറയുന്നത്. അതായത് നിർഭാഗ്യവതി, നമ്മളെപ്പോഴും പറയും ഞാനൊരു ഭാഗ്യം കെട്ടവളാണ്, എനിക്ക് എപ്പോഴും ദുരിതമാണ്, അങ്ങനെ പറയുന്ന ആളുകൾക്ക് പോലും ഭാഗ്യം കൊണ്ടുത്തരുന്ന ഒരു ഏകാദശിയാണ് ഈ ഏകാദശി. വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി, വരുധിനി ഏകാദശി. നമ്മൾ പുസ്തകങ്ങളിൽ, അതായത് പഴയ പുരാണങ്ങളിലൊക്കെ പറയുന്നത് ആനയെ ദാനം ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് കുതിരയെ ദാനം ചെയ്യുന്നതെന്ന് പറയും. അതിനേക്കാൾ നല്ലതാണ് എള്ള് ദാനം ചെയ്യുന്നതെന്ന് പറയും. അതിനേക്കാൾ നല്ലതാണ് സ്വർണം ദാനം ചെയ്യുന്നത്. സ്വർണ്ണദാനത്തെക്കാളും ധാന്യത്തേക്കാളും ശ്രേഷ്ഠം ഭൂദാനമാണെന്ന് പറയും. അതിനേക്കാളൊക്കെ ഉത്തമമാണ് അന്നദാനം. ഈ അന്നദാനം ചെയ്തു കഴിഞ്ഞാൽ ദൈവങ്ങളും പൂർവികരും മനുഷ്യരും എല്ലാം തൃപ്തിയാകുമെന്ന് പറയുന്നുണ്ട്. അപ്പം അന്നദാനം ചെയ്യുന്നത് പോലെ അത്രയും അന്നദാനം ചെയ്യുമ്പോൾ നമുക്ക് എത്ര പുണ്യമാണോ കിട്ടുന്നത്. അതായത് നമ്മൾ ഈ പറഞ്ഞ സ്വർണവും അതുപോലെ തന്നെ ഭൂമിയും ഒക്കെ കുതിരയും ആനയും എള്ളിനെയും ഒക്കെ ദാനം ചെയ്യുന്നതിനേക്കാൾ വലിയ ദാനമാണ് അന്നദാനം എന്ന് പറഞ്ഞാൽ. ആ അന്നദാനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പുണ്യം എത്രയാണോ അത്രത്തോളം തന്നെ പുണ്യമാണ് ഈ ഏകാദശി എടുക്കുമ്പോഴും കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് ഈ ഏകാദശി എടുക്കുന്നതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നർമ്മദാ നദീതീരത്ത് മാന്ധാത എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്ത് മാന്ധാത രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് തപസ് ചെയ്യുകയായിരുന്നു. ആരെ? ശ്രീഹരി വിഷ്ണുവിനെ. അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു കരടി അവിടെ പ്രത്യക്ഷപ്പെടുകയും ആ കരടി ഇദ്ദേഹത്തിൻ്റെ കാല്
കാലിൽ കടിച്ചിട്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ കടിച്ചു വലിച്ച് വനത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇദ്ദേഹം തപസ് ചെയ്യുകയായിരുന്നു. പക്ഷേ ആ തപസ്സൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ഭയങ്കരമായി വേദനയുണ്ടായി, കഷ്ടപ്പാടുണ്ടായി. അപ്പോൾ എങ്ങനെയെങ്കിലും എന്നെ ഈ ആപത്തിൽ നിന്നും രക്ഷിക്കണമേ എന്ന് ശ്രീഹരി വിഷ്ണുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഭഗവാൻ നാരായണൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് കരടിയെ കൊന്നുകളയുകയും ചെയ്യുന്നു. അതോടുകൂടി രാജാവ് രക്ഷപ്പെട്ടു. പക്ഷേ ഇദ്ദേഹത്തിന് ഭയങ്കരമായ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി, കാലൊക്കെ മുറിഞ്ഞു, രക്തം വന്ന് അദ്ദേഹം പീഡിതൻ ആയിരുന്നു. ശാരീരിക പീഡ ഭയങ്കരമായി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെടുത്തണമേ, ഈ വേദനയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്നൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, ഇത് അനുഭവിക്കണം, കാരണം ഇത് നിങ്ങൾ മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, എനിക്ക് ഈ കർമ്മഫലത്തിൽ നിന്നും ഒരു മോചനം കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഭഗവാനെ എന്ന് വീണ്ടും ഭഗവാനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ നാരായണൻ പറയുകയാണ്, അങ്ങനെ മോക്ഷം, അങ്ങനെ ഈ പീഡകൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കർമ്മഫലങ്ങളുടെ പീഡയിൽ നിന്നും ഒരു മോചനം കിട്ടണമെങ്കിൽ താങ്കൾ മധുരയിലേക്ക് പോവുക. അതിനുശേഷം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഈ വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഈ വരുധിനി ഏകാദശി എടുക്കുക. വരുധിനി ഏകാദശി എടുക്കുമ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടുന്ന രൂപമെന്ന് പറയുന്നത് വരാഹരൂപം, ഭഗവാന്റെ വരാഹരൂപത്തെ പ്രാർത്ഥിക്കുക. അങ്ങനെ വരാഹരൂപത്തെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നും ഒരു മോചനം ഉണ്ടാകുമെന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ പോകുന്നു. അങ്ങനെ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ശാരീരിക പീഡകളൊക്കെ മാറി അദ്ദേഹത്തിന് നല്ല സമാധാനമുണ്ടായി. അതുകൊണ്ട് ഈ ഏകാദശി വ്രതം എടുക്കേണ്ടത് പാപങ്ങളിൽ നിന്നും, സകലവിധ പാപങ്ങളിൽ നിന്നും, കർമ്മഫലങ്ങളിൽ നിന്നുമൊക്കെ നമ്മളുടെ ദുഷ്കർമ്മങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുണ്ടാകും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്നതിന് വേണ്ടി ഈ ഏകാദശി വ്രതം എടുക്കുക. ഇപ്പോൾ ഏകാദശി വ്രതം എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളിങ്ങനെ ആഹാരം കഴിക്കാതിരിക്കുന്നു, ഇങ്ങനെ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ കർമ്മഫലങ്ങളൊക്കെ പോകുമെന്നല്ല. അപ്പം നമ്മൾ ഭഗവാനോട് ക്ഷമ പറഞ്ഞ്, ഭഗവാനെ എന്നെ ഞാൻ അറിഞ്ഞോ അറിയാതെയും ചെയ്ത ഈ ദോഷങ്ങളുടെ ഒക്കെ അതിൽ നിന്നൊക്കെ എനിക്ക് ഒരു മുക്തി നൽകണമേ, വലിയ ആപത്തുകളൊന്നും എനിക്കുണ്ടാകരുതേ എന്ന് ഭഗവാനോട് കരഞ്ഞു പറയുകയും പ്രാർത്ഥിക്കുകയും പിന്നീട് അത് ആവർത്തിക്കാതിരിക്കുകയും ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ എന്ത് ചെയ്യും, ഏകാദശി വ്രത ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഹരിവാസന സമയമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ എന്ത് ചെയ്യും, നമുക്ക് അതിനൊരു സമാധാനം ഉണ്ടാക്കി തരും. ഭഗവാൻ വീണ്ടും പറയുകയാണ്, അത്യാഗ്രഹത്താൽ പെൺകുട്ടികളുടെ പണം കൈക്കലാക്കുന്നവന് ലോകാവസാനം വരെ നരകയാതന ഉണ്ടാകുമെന്നും അതല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ പൂച്ചയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുമെന്ന്, അതായത് പൂച്ചയായിട്ട് ജനിക്കുമെന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വലിയ വലിയ പൂച്ചകളെയൊക്കെ മേടിച്ച് ഓരോരുത്തർ വളർത്തുന്നത്, അതുപോലുള്ള പൂച്ചയല്ല, ആളുകളൊക്കെ കല്ലെറിഞ്ഞ് ആരും നോക്കാതൊക്കെ കിടക്കുന്ന പൂച്ചകളുണ്ടല്ലോ, അതേപോലുള്ള ഇതായിട്ട്, അതായത് ഒരു ആർക്കും വേണ്ടാത്തൊരു ജന്മമായിട്ട് പോകുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് അത്യാഗ്രഹത്താൽ പെൺകുട്ടികളുടെ പണം കൈക്കലാക്കിയിരിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഏകാദശി ദിവസം നമ്മൾ പകൽ ഉറങ്ങാൻ പാടില്ല. തലയിൽ എണ്ണ തേച്ച് കുളിക്കരുതെന്ന് പറയും. തലയിൽ എണ്ണ തേച്ച് കുളിച്ചാൽ നമുക്ക് ഉറക്കം വരുമെന്നാണ് പറയുന്നത് പണ്ടത്തെ കാലത്ത്. അപ്പോൾ അതുകൊണ്ട് ആണ് തലയിൽ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോവുക, പ്രാർത്ഥിക്കുക, അന്യരെ പറ്റിയുള്ള കുറ്റങ്ങളൊന്നും അന്നത്തെ ദിവസം പറയാതിരിക്കുക, പരമാവധി സമയം ദൈവനാമത്തിലിരിക്കുക, നാമം ചെല്ലുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ പുസ്തകങ്ങൾ വായിക്കുക, ജോലി സ്ഥലത്ത് പോയിരിക്കുകയാണെങ്കിലും അവിടെയൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യുക, ഭഗവാനെ പറ്റി പ്രാർത്ഥിക്കുക, അതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ജപമാല ഉണ്ടെങ്കിൽ ജപമാലയിൽ എന്ത് ചെയ്യുക, 108 തവണ രാവിലെ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, വൈകുന്നേരം ജപിക്കുക, ഉച്ചയ്ക്ക് ജപിക്കുക, രാത്രി ജപിക്കുക, അങ്ങനെ ജപം തുടരുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. വലിയ പ്രത്യേകതയുള്ള ഏകാദശിയാണ്. അപ്പോൾ അടുത്ത ദിവസം ഞാൻ ഓരോ സ്ഥലത്തെയും പാരണ സമയവും കൂടി ഇടാം. അതനുസരിച്ചിട്ട് പാരണ വീടുക, അതാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.